ജമ്മു കശ്മീരിൽ വീണ്ടും ഏറ്റുമുട്ടൽ. ഹദിപോര മേഖലയിൽ 2 ഭീകരരെ സൈന്യം വധിച്ചു. ഒരു പോലീസുകാരന് പരിക്കേറ്റു. മേഖലയിൽ ഭീകരർക്കായി തെരച്ചിൽ തുടരുകയാണ്. നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് നൽകും കൂടുതൽ വിവരങ്ങൾ. നിതിൻ, കുറെ ദിവസങ്ങളായി മേഖലയിൽ ഏറ്റുമുട്ടൽ നടക്കുന്നുണ്ട്. എന്താണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? പ്രജിൻ, ഹാദിപോര മേഖലയിൽ നടന്ന ഏറ്റുമുട്ടലാണ് 2 ഭീകരരെ വധിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു പോലീസുകാരനും പരിക്കേറ്റിട്ടുണ്ട്. ഒരു ജവാനും പരിക്കേറ്റു എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വിവരം. എന്തായാലും സൈന്യം ഇത് ഔദ്യോഗികമായി തന്നെ അല്പസമയത്തിനും വിവരങ്ങൾ പങ്കുവയ്ക്കുമെന്ന് മനസ്സിലാക്കുന്നു. ബാരാമുള്ള ജില്ലയിൽ ഇപ്പോൾ ഭീകരവിരുദ്ധ നടപടി ശക്തമാക്കിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായാണ് ഹാദിപോര മേഖലയിൽ ഇന്ന് രാവിലെ തെരച്ചിൽ ആരംഭിച്ചത്. ഈ തെരച്ചിലിടെയാണ് ഭീകരവുമായുള്ള ഏറ്റുമുട്ടൽ ആരംഭിച്ചത്. എന്തായാലും മേഖലയിൽ ഇപ്പോഴും തെരച്ചിൽ തുടരുന്നു എന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. സംയുക്ത സേനയുടെ ഭാഗത്തുനിന്നാണ് ഇത്തരമൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഭീകരരുടെ ഭാഗത്തു നിന്ന് നിരന്തരം ഈ ആക്രമണം ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ യോഗം ചേർന്നുകൊണ്ട് ജമ്മുവിലെ സാഹചര്യം വിലയിരുത്തി. കശ്മീരിൽ സ്വീകരിച്ച ഭീകരവിരുദ്ധ നടപടി സമാനമായ രീതിയിൽ തന്നെ ജമ്മുവിലും സ്വീകരിച്ചുകൊണ്ട് ശക്തമായ നടപടിയെ മുന്നോട്ട് പോകണം എന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് സംയുക്ത സേന വിവിധ മേഖലകൾ, ഭീകരരുടെ സാന്നിധ്യമുള്ള വിവിധ മേഖലകളിൽ തിരച്ചിലും പരിശോധനയും ശക്തമാക്കിയത്. എന്തായാലും ഇപ്പോൾ ഹാദിപോര മേഖലയിലെ ഏറ്റുമുട്ടലാണ് 2 ഭീകരരെ വധിച്ചിരിക്കുന്നത്. നിതിൻ അംബുജനാണ് ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.